പ്രശസ്ത സിനിമാ താരം നവ്യ നായർ ഓസ്ട്രേലിയ സന്ദർശിച്ച സന്ദർഭത്തിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ചെറിയ മുല്ലപ്പൂ മാലയ്ക്ക് ഏതാണ്ട് 1,14,000-ഓളം രൂപ അവിടെ പിഴ ചുമത്തി. നമ്മളിൽ പലർക്കും ഈ സംഭവം നടക്കുന്നതുവരെ ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുമില്ലായിരുന്നു. നിസ്സാര ഒരു ചെറിയ മുല്ലപ്പൂ കൈവശം വെച്ചിരുന്നതിന് ഇത്രയും വലിയ തുക പിഴയടിച്ചു കൊടുക്കുകയാണ് അവരുടെ രീതി എന്ന്. പക്ഷെ നമ്മളോട് ഓർക്കേണ്ടത് ഓസ്ട്രേലിയ ലോകത്ത് ഒരുപക്ഷെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പാസഞ്ചേഴ്സ് ഇൻകമിംഗ് കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലവിലുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി എഴുതിയിരിക്കണം എന്നാണ് വ്യവസ്ഥ. മുല്ലപ്പൂ മാല മാത്രമല്ല ഏതാണ്ട് 100ഓളം വസ്തുക്കളാണ് ഓസ്ട്രേലിയയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല എന്ന് കർശനമായ വ്യവസ്ഥ നിലവിലുള്ളത്. നമുക്കിത് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അതേസമയം നമ്മളതിൽ സാധാരണ നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയും കാണാൻ വിദേശത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുള്ള വസ്തുക്കളുമാണ് ഈ പറയുന്നത്. ഈ പട്ടികയിൽ നമുക്ക് പൂക്കൾ, അത് ഉണങ്ങിയതുമാകാം ഉണങ്ങാത്തതുമാകാം, അരി, പലവ്യഞ്ജന സാധനങ്ങൾ, പരിപ്പ് തുടങ്ങി നമ്മളുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിരവധി ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരു കാരണവശാലും നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഇതിൽ വിത്തുകൾ എന്നുള്ള വിഭാഗം ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ആ രാജ്യത്തേക്ക് മറ്റു രാജ്യത്ത് നിന്ന് വിത്തുകൾ എത്തിക്കുക. നമ്മൾ പല ഭക്ഷ്യ വസ്തുക്കളും വിത്തുകളും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ വിത്തുകളുടെ രൂപത്തിലുള്ള പല ഭക്ഷ്യ സാധനങ്ങൾ നമ്മളൊരു കാരണവശാലും ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അടുത്തത് പാൽ ഉൽപ്പന്നങ്ങളാണ്. അതായത് പാല് ചേർത്തുണ്ടാക്കുന്ന നിരവധി വസ്തുക്കളുണ്ട്. അതിൽ നമ്മുടെ പലഹാരങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സോൻ പാപ്പടി, രസഗുള, ഗുലാബ് ജാമുൻ തുടങ്ങി നിരവധി മധുര പലഹാരങ്ങൾ ഒരു കാരണവശാലും അവിടെ കൊണ്ടുചെല്ലാൻ പാടുള്ളതല്ല. അരി, ചായപ്പൊടി ഇവയും കൊണ്ടുപോകാൻ പാടുള്ളതല്ല. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, നമ്മൾ ഭക്ഷണം പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതുപോലെ തേനിൻ്റെ മെഴുക് എന്നുള്ള നമ്മൾ കാണുന്ന കട്ടിയുള്ള വസ്തു, ഇത് രണ്ട് സാധനങ്ങൾ ഒരു കാരണവശാലും ഓസ്ട്രേലിയയിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ പാടുള്ളതല്ല. മറ്റൊന്ന്, ഈ പക്ഷികളുടെ അവശിഷ്ടങ്ങളും മറ്റും ഉപയോഗിച്ച്, അതായത് ഈ തൂവൽ കൊണ്ടുണ്ടാക്കിയ കോട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇതിൽ പക്ഷികളുടെ തൂവലുകളും മറ്റും കൊണ്ട് നിർമ്മിച്ച കമ്പിളികളാണെങ്കിൽ അവിടെ ഓസ്ട്രേലിയയിൽ കൊണ്ടുചെല്ലാൻ പാടുള്ളതല്ല. മറ്റൊന്ന്, ഈ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ. ഇനിയുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൃഗങ്ങളുടെയോ അതല്ലെങ്കിൽ സസ്യങ്ങളുടെയോ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മരുന്നുകൾ. പ്രധാനമായും ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന ആയുർവേദ മരുന്നുകൾ തന്നെ ആയിരിക്കാം. അതുപോലെ നമ്മുടെ നാട്ടിലെ പല ആയുർവേദ മരുന്നുകൾ നിരവധി സസ്യങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവയുടെ നീരോ അല്ലെങ്കിൽ അവയുടെ തണ്ടോ ഒക്കെ തന്നെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. ഇവയൊക്കെ തന്നെ തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല എന്ന് തകരാറ് വരുത്തും എന്നുമാണ് ഓസ്ട്രേലിയക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ മറ്റൊരു വിമാനത്തിലോ അല്ലെങ്കിൽ കപ്പലിലോ ഒക്കെ തന്നെ നമ്മൾ ഭക്ഷണം കൊണ്ട് തരുമ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് അടുത്ത വിമാനത്തിൽ കയറി നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ അത് കൈവശം വയ്ക്കാൻ പാടുള്ളതല്ല.